മുകേഷ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണോ? കൊല്ലത്ത് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വരുന്നത്. താങ്ക് യു. അതിനി ലോകത്ത് എവിടെ പോയാലും ഇത്രയും രുചിയുള്ള ഭക്ഷണം, എനിക്ക് രുചി, എല്ലാവർക്കും രുചി ഉണ്ടാവണമെന്നില്ല. സ്വന്തം വീട്ടിലെ ഭക്ഷണം എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. അതെ അതെ. മുകേഷിന്റെ ഇഷ്ടപ്പെട്ട ശരിക്കും ഫിഷ് ആണോ അതോ നമുക്ക് മീറ്റ് അങ്ങനെ പ്രത്യേകത അങ്ങനെ എന്നതാണ് ഇഷ്ടം എന്നൊക്കെ ഉണ്ടോ? കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തിന് കൊല്ലത്തിന്റെ കൂടെ ചേർക്കാൻ പറ്റിയ ഒരു പേരാണ് മീൻ. ഏറ്റവും കൂടുതൽ വെറൈറ്റികളും ഏറ്റവും രുചികരമായിട്ടുള്ള മീൻ കിട്ടുന്നതും കൊല്ലത്താണെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ ഫുഡിനോടാ ഇഷ്ടം എന്നോ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു വീട്ടിലെ ഫുഡാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ പൊതുവേ നമ്മളിപ്പം സീനിയർ ആർട്ടിസ്റ്റ് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നുണ്ട് അവർക്ക് കഞ്ഞി ചമ്മന്തി അങ്ങനെ. നമ്മളൊക്കെ ഇപ്പം ഫുള്ള് അധികം ചൈനീസൊക്കെ ആണല്ലോ. ഇന്നസെൻ്റ് ഏട്ടൻ ഇതാണെങ്കിൽ നമ്മൾ വെളി രാജ്യത്ത് ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോൾ സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കഞ്ഞിയും പയറും ഒക്കെ അറേഞ്ച് ചെയ്തു. ഇന്നസെൻ്റ് ഏട്ടൻ അത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ കഞ്ഞിയും പയറും കഴിച്ച് മടുത്തിട്ടാ സിനിമയിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇത് പിന്നെ ഇത് തന്നെ. അത് ചിലർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഈ തോരൻ, ബീൻസിൻ്റെ ഈ തോരൻ ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അത് മാത്രം മതി. നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് രാത്രി സലാഡാണ്. ഡയറ്റിന്റെ ഭാഗമായിട്ട് കുറച്ചതാണോ? ഡയറ്റിൻ്റെ ഭാഗമെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ ഒരു ഊർജം, അല്ലെങ്കിൽ രാവിലെ നല്ല ക്ഷീണം പറ്റും, ഒരു ഡ്രൗസിനെസ് ഒക്കെ വരും. ഈ വെജിറ്റബിൾസ് മാത്രം ആകുമ്പോഴത്തേക്ക് രാവിലെ എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നതാണ്. ദേവി ചേച്ചി ഇങ്ങനെ ടിപ്സ് ഒക്കെ തരാറുണ്ടോ? കാരണം ആൾ ഡാൻസ് ആണ് പ്രൊഫഷണലി, അതായതുകൊണ്ട് എല്ലാം ഹെൽത്ത് ഒക്കെ ഡാൻസ് ചെയ്യുന്നത് തന്നെ മതി. ഡോക്ടർമാരൊക്കെ പറയുന്ന പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ഡയറ്റിങ്ങിലോ കാര്യങ്ങളോ ഒന്നും പോകരുത്. ഇല്ല, ഞാൻ അതല്ല, ചേച്ചിയുടെ അടുത്ത് വല്ല ടിപ്സും എടുക്കാറുണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെ വലിയ ടിപ്പൊന്നും കിട്ടുന്നില്ല, കിട്ടുമായിരിക്കും.